ദ്രാവിഡ രാഷ്ട്രീയത്തിലെ തികഞ്ഞ നിരീശ്വരവാദിയായ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനു വേണ്ടി കൊല്ലം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്ത്. ദൈവവിശ്വാസത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും എതിരായ നിലപാടുകൾക്ക് പേരുകേട്ട തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പേര് കൊല്ലം ആനയടി പഴയടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ നോട്ടീസിൽ ഇടം പിടിച്ചതാണ് കൗതുകമാകുന്നത്. ജനുവരി 20 നടക്കുന്ന പ്രസിദ്ധമായ ആനയടി ഗജമേളയിലാണ് സ്റ്റാലിന് വേണ്ടി ആനയെ എഴുന്നള്ളിക്കുന്നത്. ചെന്നൈയിൽ വെൽഡിംഗ് തൊഴിലാളിയായ എം ജയനും ആനയടിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവായ സുലത ചന്ദ്രനും ചേർന്നാണ് ഈ വഴിപാട് നടത്തുന്നത്. സ്റ്റാലിന്റെ കടുത്ത ആരാധകരായ ഇരുവരും കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ ഈ വഴിപാട് നടത്തി വരികയാണ്. 6 വർഷം തുടർച്ചയായി ആനയെ എഴുന്നള്ളിക്കാനാണ് ഇവരുടെ തീരുമാനം. മറ്റൊരു കൗതുകകരമായ കാര്യം, ഗജമേളയിൽ 6ാമത്തെ ആനയെയാണ് ഇവർ സ്റ്റാലിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. 6 എന്ന അക്ഷരം സ്റ്റാലിന് ഐശ്വര്യം കൊണ്ടുവരുമെന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ. 10,000 രൂപയോളം ചെലവ് വരുന്ന ഈ വഴിപാട് കൂലിപ്പണിക്കാരായി ഇവർ പണം സ്വരുക്കൂട്ടിയാണ് നടത്തുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് നിരീശ്വരവാദിയാണെങ്കിലും തങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്നും വരും തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് വൻ വിജയം ഉണ്ടാകുമെന്നുമാണ് ഈ ഭക്തരുടെ വിശ്വാസം. ക്ഷേത്ര നോട്ടീസിൽ സ്റ്റാലിന്റെ പേര് കണ്ടതോടെ സംഗതി സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.